നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു ഫ്രൂട്ടിനെ പരിചയപ്പെട്ടാലോ? ഇതാണ് പേഴ്സിമോൻ എന്ന് പറയുന്ന ഫ്രൂട്ട്. പേഴ്സിമോൻ. ഈ ഫ്രൂട്ടിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കാക്കപ്പനച്ചിപ്പഴം, കാക്കപ്പനച്ചിപ്പഴം, കാക്കപ്പഴം, കാക്കത്തിന്നിപ്പനച്ചി, കാകതിന്തുകം, തമ്പിൽപ്പഴം എന്നൊക്കെ നമ്മുടെ ഈ പേഴ്സിമോൻ എന്നറിയപ്പെടുന്ന ഈ ഫ്രൂട്ടിനെ പറയുന്നുണ്ട്. ഇത് എബനേസി ഫാമിലിയിൽപ്പെട്ട ഫ്രൂട്ടാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഡയസ്പൈറോസ് എന്നാണ്. അപ്പോൾ ഡയസ്പൈറോസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന എബനേസി എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ പേഴ്സിമോൻ. ഇത് തക്കാളിയുടെ ഷേപ്പ് പോലുള്ള ഫ്രൂട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ മത്തൻ്റെ ഒരു ഇതാണ് ഓർമ്മ വരുന്നത്. മത്തൻ്റെ ആകൃതി എന്നാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നല്ല ഓറഞ്ച് നിറമാണ്. ഈ ഫ്രൂട്ടിന് നല്ല മധുരവും അതിൽ ധാരാളം നാരുകളും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ പേഴ്സിമോൻ 2 തരമുണ്ട്. അത് ഹച്ചിയ എന്നും ഫുയു എന്നുമാണ് 2 തരത്തിലുള്ള പേഴ്സിമോൻ ഫ്രൂട്ട്. ഇത് നമ്മുടെ തക്കാളിയുടെ ഷേപ്പ് എന്ന് പറയാം. ഇതല്ലാതെ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഇനമാണ് ഹച്ചിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൃദയാകൃതിയിലുള്ള ഇനത്തിന് ധാരാളം ടാനിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് നന്നായിട്ട് പഴുത്താൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം അതിനുണ്ടാകും. ഇത് ഫുയു എന്ന വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഫുയു ഇതിൽ ടാനിൻസ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് പകുതി പഴുത്താലും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണിത്. പിന്നെ അതിൻ്റെ വിലയും കൂടുതലാണ് കേട്ടോ. ഈ ഇടയ്ക്കാണ് ഇതിന് ഇങ്ങനെ പ്രചാരത്തിൽ വന്ന് തുടങ്ങിയത്. നമുക്കിതിനെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപം ഒരു ഓറഞ്ച് നിറത്തിൽ തക്കാളിയെ പോലെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് മത്തൻ്റെ ഒരു ഇത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് നന്നായി പഴുത്താൽ നല്ല മധുരവും തേൻ പോലെ രുചിയോട് കൂടിയതുമായ കാമ്പ് അതിനുണ്ട്. ഇതിൻ്റെ തൊലിയാണേൽ കട്ടി കൂടുതലാണ്, എന്നാലും നമുക്ക് സപ്പോട്ടയുടെ തൊലിയെ അപേക്ഷിച്ച് വളരെ കനം കുറവാണ്. ഏകദേശം 80 മുതൽ 150 ഗ്രാം വരെ ഭാരം ഇതിനുണ്ടാകാറുണ്ട്. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് നമ്മുടെ ഈ പേഴ്സിമോൻ എന്ന് പറയുന്ന ഫ്രൂട്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട്. ഫ്ലവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ എന്നിവ ധാരാളം ഉള്ളതിനാൽ ശരീരത്തിലെ കോശങ്ങൾ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നു. അതുപോലെ വിറ്റാമിനുകളായ എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ധാരാളം ഉള്ളത് കാരണം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അയണും മാംഗനീസൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയുടെ സാധ്യത ഇത് കുറയ്ക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, 2 തരം പഴങ്ങളുണ്ട്. ഈ കാക്കപ്പഴങ്ങളുണ്ട്. അതാണ് ഹച്ചിയും ഫുയും. ഇത് ഫുയു വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിതിനെ ഫ്രൂട്ടായിട്ടും കഴിക്കാം, ഉണക്കിയ ഫ്രൂട്ടായിട്ട് കഴിക്കാം, അതല്ല ഡ്രിങ്ക്സ് ആയിട്ട് കുടിക്കാം.
ജെല്ലി ആയിട്ട് ഉപയോഗിക്കാം, കറികളിൽ ആഡ് ചെയ്യാം, പുഡിങ്സ് ആയിട്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൊളസ്ട്രോൾ, പ്രമേഹം, ഫാറ്റി ലിവർ എന്നിവയ്ക്കും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതാണ്. ഈ ഫ്രൂട്ട് ജപ്പാൻ്റെ ദേശീയ ഫലമാണ് നമ്മുടെ പേഴ്സിമോൻ. ഇത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഇതിൻ്റെ സീസൺ. ഇപ്പം നമുക്ക് ലഭിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് നമ്മുടെ പേഴ്സിമോൻ പഴം. നമുക്ക് ആപ്പിൾ കഴിക്കുന്നത് പോലെ ഈസിയായിട്ട് നമുക്കത് കഴിക്കാം. അപ്പോൾ തൊലി കളഞ്ഞാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് തൊലിയും കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യയോഗ്യമായതാണ്. ഇതിൻ്റെ ഇതാണെങ്കിൽ ഒരു മരമാണ് കേട്ടോ, ശാഖകളോട് കൂടിയ ഏകകാണ്ഡമായ, അതായത് ഒറ്റത്തടിയായിട്ടോ ധാരാളം ശാഖകളായിട്ടോ കാണാവുന്ന ഒരു ഇല പൊഴിയും വൃക്ഷമാണ് നമ്മുടെ പേഴ്സിമോൻ. നമ്മൾ 25 അടി വരെ ഉയരത്തിലിത് വളരാറുണ്ട്. മിതശൈത്യവും മിതോഷ്ണവുമുള്ള മേഖലകളാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യം. ചൈനയിലും ജപ്പാനിലും അമേരിക്കയിലും യൂറോപ്പിലും ഇത് നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്കിവിടെ ജമ്മു കാശ്മീർ, തമിഴ്നാട്ടിലെ കൂനൂർ, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ധാരാളം നാരുകളും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. വില ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങി മേടിക്കുക. ഇനി ഞാനിതിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗവും കൂടെ കാണിക്കാം. കണ്ടോ, ഇതിനെ നമ്മുടെ പേഴ്സിമോൻ പഴത്തിന് നെടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മാംസളമാണ്. ഇതിൽ സീഡൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്. കണ്ടോ, ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ തൊലിയോടുകൂടെ കഴിക്കാറ് പതിവ്. അപ്പം തൊലി നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ തൊലി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് ഭക്ഷ്യയോഗ്യമായത് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ സ്കിൻ കണ്ടോ, സ്കിന്ന് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടിയുണ്ട്. കണ്ടോ, ഞങ്ങൾ സ്കിന്നോട് കൂടെ കഴിക്കുന്നത്. ഒന്ന് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതിനകത്ത് സീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേടിച്ച് കഴിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.